മോഹൻലാൽ എന്ന അഭിനേതാവ് ഷൂട്ടിനിടെ തന്നെ വിസ്മയിപ്പിച്ച ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ് ടിനു പാപ്പച്ചൻ. മലൈക്കോട്ടെ വാലിബനിലെ മോഹൻലാലിൻ്റെ ഇൻട്രൊഡക്ഷൻ സീൻ കണ്ടപ്പോൾ താൻ അമ്പരന്നു പോയെന്ന് ടിനു പറഞ്ഞു. ഇൻട്രൊഡക്ഷൻ സീനിലെ ഷോട്ടിൽ മോഹൻലാലിൻ്റെ ഒരു പ്രകടനം കണ്ടപ്പോൾ ലിജോ അത് പറഞ്ഞു കൊടുത്തോ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ആവശ്യമില്ലെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. സില്ലി മോങ്സ് മോളിവുഡിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിലെ ലാലേട്ടൻ്റെ ഇൻട്രൊഡക്ഷൻ സീക്വൻസ് അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു സീനുണ്ട്, ആ സീനിലെ ഷോട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നോ എന്ന് ഞാൻ ലിജോ ചേട്ടനെ വിളിച്ച് ചോദിച്ചു. ഇല്ലല്ലോ, അതുകൊണ്ടാണ് പുള്ളി 35 വർഷമായി സൂപ്പർ സ്റ്റാറായിട്ട് നിൽക്കുന്നത്, അത് പറയേണ്ട ആവശ്യമില്ല എന്ന് ലിജോ ചേട്ടൻ്റെ മറുപടി. ടിനു പാപ്പച്ചൻ പറഞ്ഞു, ആർട്ടും കൊമേഴ്ഷ്യലും കോർത്തിണക്കിയ ഒരു സിനിമയായിരിക്കും വാലിബനെന്നും ടിനു അഭിമുഖത്തിൽ ചേർത്തു. മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്യുന്ന മലയോര വാലിബൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണ് ടിനു പാപ്പച്ചൻ. മോഹൻലാൽ ലിജോ കൂട്ടുകെട്ടിൽ എത്തുന്ന മലൈക്കോട്ടെ വാലിബനെ ഏറെ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാണുന്നത്. മോഹൻലാലിന് പുറമെ സൊണാലി കുൽക്കർണി, ഹരീഷ് പേരടി, സുചിത്ര നായർ, മണികണ്ഠൻ ആചാരി തുടങ്ങിയവർ സിനിമയിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ജയ്സാൽമർ, പോക്രാൻ, ഹൈദരാബാദ്, ചെന്നൈ എന്നീ സ്ഥലങ്ങളായിരുന്നു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ്. ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ്സിൻ്റെ ബാനറിൽ ഷിബു ബേബി ജോൺ നിർമ്മിക്കുന്ന ചിത്രം ജനുവരി 25-ന് തിയേറ്ററുകളിൽ എത്തും. മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തിൽ എത്തി ലിജോ ജോസ് സംവിധാനം ചെയ്ത നന്മകൾ നേരത്ത് മയക്കം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു.